വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുടുംബ തകർച്ചകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യാന്ത്രികമായി മനുഷ്യൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി മാനുഷിക ബന്ധങ്ങൾക്ക് വിലയില്ലാതായി തീർന്നിരിക്കുന്നു. തിരക്ക് പിടിച്ച ജീവിത ചര്യകൾക്കിടയിൽ പരസ്പരമുള്ള കടപ്പാടുകൾ വിസ്മരിക്കപ്പെടുകയും കുടുംബത്തെ അത് തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ വലിയ വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് മാത്രമേ കഴിയൂ. കുടുംബജീവിതത്തിൻ്റെ മനോഹരിതയും മഹാത്മ്യവും വിളിച്ചറിയിക്കുന്ന ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കണം നാം ഓരോരുത്തരും. അത് സാധ്യതമായി തീരണമെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. കുടുംബം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഡിവൈൻലി ഓർഡൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. താൻ സൃഷ്ടിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം മനുഷ്യന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്ന ഉൽപ്പത്തി 2:18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവർ ഏകദേഹമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവസാമീപ്യം അവരുടെ കുടുംബജീവിതത്തെ മനോഹരമാക്കി. എന്നാൽ അത് ദീർഘനാൾ നീണ്ടുനിന്നില്ല. സാത്താൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. വേദനാജനകമായ അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായി. എങ്കിലും ഭൂമിയിൽ മനുഷ്യൻ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മനുഷ്യനോട് ഒത്ത് വസിക്കുവാനും ഉന്നതനായ ദൈവം തയ്യാറായി. ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ അനുഗ്രഹീതമായ കുടുംബജീവിതം നൽകി. കുടുംബത്തിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകുവാൻ തയ്യാറാകുമ്പോൾ ആണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നതുകൊണ്ട് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഭവനങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൂടാ. പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ദൈവത്തെ മുൻനിർത്തി കുടുംബജീവിതം നയിക്കുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കൃപയും അതോടൊപ്പം പ്രശ്നത്തിന് ദൈവം തമ്പുരാൻ പരിഹാരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നമുക്ക് കുടുംബ ബന്ധങ്ങളെ പരിപാവനമായി സൂക്ഷിക്കാം. 2. കുടുംബം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഫാമിലി ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാല്യപ്രായത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രാരംഭ ഘട്ടം കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. കുരുന്നു മനസ്സുകളിൽ ധാർമ്മിക മൂല്യത്തിൻ്റെ വിത്തുകൾ പാകേണ്ടത് കുടുംബാന്തരീക്ഷത്തിൽ വെച്ചാണ്. കുടുംബത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ ചൊല്ല്. ദൈവാശ്രയവും ധാർമ്മിക ബോധവുമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് കുടുംബ അന്തരീക്ഷമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം കുരുന്നു മനസ്സിൽ മായാതെ നിൽക്കും എന്നുള്ളത് മറക്കരുത്. മനുഷ്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ എല്ലാം പഠിക്കുന്നത് ഭവനങ്ങളിൽ നിന്നുമാണ് എന്ന് ഓർക്കണം. 3. കുടുംബ അംഗങ്ങൾ പരസ്പരം പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ നൽകണം. ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ഈച്ച് അതർ ഇൻ പ്രയർ. കുടുംബജീവിതത്തിൻ്റെ ശക്തി സ്രോതസ് പ്രാർത്ഥനയാണ്. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ഉപദേശം നൽകുമ്പോൾ പട്ടക്കാരൻ ഇപ്രകാരം പറയാറുണ്ട്: പ്രാർത്ഥനയിൽ ഒരിക്കലും ഉപേക്ഷ കാണിക്കരുത്. രാവിലെയും വൈകുന്നേരത്തും ഒരുമിച്ച് പ്രാർത്ഥിപ്പീൻ. ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ അവരെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിപ്പീൻ. നിങ്ങളും നിങ്ങൾക്കുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ക്രമമായി കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുവീൻ. ദേവാലയത്തിൽ വെച്ച് നമുക്ക് നൽകപ്പെട്ട ഈ ഉപദേശം നമ്മിൽ എത്ര പേർ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്? അനേക കുടുംബങ്ങളിലും ഇന്ന് കുടുംബ ആരാധനയില്ല എന്നതല്ലേ വാസ്തവം. രാവിലെയും വൈകുന്നേരവും കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് മാത്രമേ പരസ്പരം കൈത്താങ്ങൽ നൽകുവാൻ കഴിയൂ. ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും
മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കന്മാർക്കു വേണ്ടിയും പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടണം. ഈ വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്. അതോടൊപ്പം പ്രാർത്ഥന പരസ്പരമുള്ള കരുതലിൻ്റെ അനുഭവമായി തീരണം. പരസ്പരം കരുതുന്ന ഇടങ്ങളിലാണ് സ്നേഹമുള്ളത്. സ്നേഹമുള്ളിടത്ത് സന്തോഷവും സംതൃപ്തിയുമുണ്ട്. അവിടെ പരാതിക്ക് സ്ഥാനമുണ്ടാകില്ല. വേദനയുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങൾ കുടുംബത്തിലെ സന്തോഷവും സംതൃപ്തിയും കെടുത്തിക്കളയുകയില്ല. അപ്പോൾ കഷ്ടതയിൽ പാടുവാനും നഷ്ടമതിൽ കൊണ്ടാടുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പരസ്പരം കൈത്താങ്ങൽ നൽകുന്ന ഭവനമായി നമ്മുടെ ഭവനങ്ങൾ രൂപപ്പെടട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. കർത്താവേ, പരസ്പരം കരുതുന്ന, സ്നേഹിക്കുന്ന, പ്രാർത്ഥനയുടെ കരം നീട്ടുന്ന ഒരു ക്രിസ്തീയ കുടുംബമായി എന്നെ രൂപപ്പെടുത്തണമേ. ആമേൻ.